ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന യൂണിറ്റ് 1-ലെ ആദ്യത്തെ ലെസണാണ് അഡ്വഞ്ചേഴ്സ് എന്ന ബാനിയൻ ട്രീ എന്ന റസ്കിൻ ബോണ്ടിൻ്റെ ഷോർട്ട് സ്റ്റോറി. ഈ യൂണിറ്റ് 1-ൽ പ്രകൃതിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന കഥകളും കവിതയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ എഴുത്തുകാരൻ റസ്കിൻ ബോണ്ട് ഒരു ബ്രിട്ടീഷ് വംശജനായ ഇന്ത്യൻ എഴുത്തുകാരനാണ്. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് എത്തിയതാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി. അദ്ദേഹത്തിൻ്റെ ഫാദർ റോയൽ എയർഫോഴ്സിൽ ഓഫീസറായിരുന്നു. തുടർന്ന് അദ്ദേഹം ഇവിടെ തന്നെ ജീവിക്കുകയാണ്. 17-ാമത്തെ വയസ്സിൽ ദ റൂം ഓൺ ദ റൂഫ് എന്ന നോവൽ എഴുതിയാണ് അദ്ദേഹം സാഹിത്യരംഗത്തേക്ക് വരുന്നത്. സാഹിത്യ അക്കാദമി അവാർഡ്, പത്മശ്രീ, അതുപോലെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് തുടങ്ങി ധാരാളം അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്റ്റിൽ ഇന്ത്യയിൽ ജീവിക്കുന്നു. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ഈ ഷോർട്ട് സ്റ്റോറിയിൽ അദ്ദേഹം ഈ ആൽമരം, ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ ആൽമരമാണ്, ആൽമരത്തെയാണ് പ്രധാന കഥാപാത്രമായിട്ട് കാണിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറേ ഏറെ സംഭവങ്ങൾ, പ്രകൃതിയിൽ നടക്കുന്ന, ദിവസേന നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കഥ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് ഓർത്തിരിക്കാൻ ഒരു മാർഗമുണ്ട്. റസ്കിൻ ബോണ്ട്. റസ്ക് നമ്മൾ കഴിക്കുന്നതാണ്, ബോണ്ട നമ്മൾ ടേസ്റ്റായിട്ട് കഴിക്കുന്ന സംഭവം അല്ലേ. ഇപ്പോൾ റസ്ക് ഇൻ ബോണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. അതാണ് റസ്കിൻ ബോണ്ട്. ഓക്കെ, ജസ്റ്റ് ഫോർ ജോക്ക്. നമുക്ക് ലെസൺ ആരംഭിക്കാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, അതായത് ഒരു ആൽമരത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ആൽമരത്തോട് ചുറ്റിപ്പറ്റി നടക്കുന്ന വീര സാഹസിക പ്രവൃത്തികൾ, അതാണ് നമ്മുടെ ഈ പാഠം. ഒന്നാമത്തെ പാരഗ്രാഫ്. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather, at the age of 65, could no longer climb it. Though the house and grounds of our home in India were grandfather's domain. ഇന്ത്യയിലെ ഞങ്ങളുടെ വീടും പറമ്പുമെല്ലാം മുത്തച്ഛൻ്റെ ആധിപത്യത്തിലായിരുന്നുവെങ്കിലും, അദ്ദേഹത്തിൻ്റെ സ്വന്തമായിരുന്നുവെങ്കിലും, ദ മാഗ്നിഫിഷ്യൻറ്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ, ആ പറമ്പിൽ നിന്നിരുന്ന, അതീവ പ്രൗഢിയോടുകൂടി നിന്നിരുന്ന ആൽമരം അത് എൻ്റേതായിരുന്നു. ചീഫ്ലി ബിക്കോസ് ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. എന്തുകൊണ്ടാണത് ഗ്രാൻഡ് ഫാദറിൻ്റെ അല്ലാത്തത്? കാരണം 65-ാം വയസ്സിൽ മുത്തച്ഛന് അതിൽ കയറാൻ സാധിക്കില്ല. അപ്പോൾ ഈ സമയത്ത് അദ്ദേഹത്തിന് ആ മരത്തിൽ കയറാൻ സാധിക്കുന്നില്ല. അവിടെ ഇപ്പോൾ കയറാൻ സാധിക്കുന്നത് നമ്മുടെ ബോയ്ക്ക് മാത്രമാണ്. അതായത് ഈ കുട്ടിക്ക് മാത്രമേ ആ മരത്തിൽ കയറാൻ സാധിക്കുന്നുള്ളൂ. ഗ്രാൻഡ് ഫാദറിന് പ്രായമായി കയറാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മരം ആ കുട്ടിയുടെ സ്വന്തമാണ്. അപ്പോൾ ഇവിടെ കുട്ടിയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ കുട്ടിയെ കഥാകാരൻ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് നമ്മുടെ വീട്ടിൽ ചില സ്ഥലങ്ങളുണ്ടാവും സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്നത്. ചില കസേരയാവാം, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലായിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായി കളിക്കുന്ന ചില കോർണേഴ്സ് ഉണ്ടാവും. അതൊക്കെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മളിങ്ങനെ കരുതും അല്ലേ. അതുപോലെ ഈ കുട്ടി എപ്പോഴും കയറുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു മരമാണിത്. ഇതിപ്പോൾ ഗ്രാൻഡ് ഫാദർ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെയാണ് എന്ന് കുട്ടി പറയുകയാണ്. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. മുത്തശ്ശി പലപ്പോഴും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ മുത്തശ്ശനെ കളിയാക്കാറുണ്ടായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡസ്മണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ ഹു lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. അപ്പോഴും മുത്തശ്ശി എന്തു പറഞ്ഞിട്ടാണ് മുത്തശ്ശനെ കളിയാക്കുന്നത് ഈ മരത്തിൽ കയറുന്ന കാര്യത്തെപ്പറ്റി പറയുമ്പോൾ? അത് 117 വയസ്സ് വരെ ജീവിച്ച ഒരു ആപ്പിൾ മരത്തിൽ കയറുമ്പോൾ അതിൽ നിന്നും വീണ് മരിക്കാനിടയായിരുന്ന ഒരു സ്ത്രീയുണ്ട്. അവരുടെ പേര് ഡസ്മണ്ടിലെ പ്രബി, കൗണ്ടസ് ഓഫ് ഡസ്മണ്ട് എന്നാണ്. ഓക്കെ, അവർ ആ ആപ്പിൾ മരത്തിൽ അന്ന് കയറാൻ പോയില്ലായിരുന്നെങ്കിൽ 117 വയസ്സിൽ കൂടുതൽ ജീവിക്കുമായിരുന്നു. പക്ഷേ ആ മരത്തിൽ കയറി വീണു, അതുകൊണ്ട് അവർ മരിച്ചുപോയി. ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇടയ്ക്കിടയ്ക്ക്
ഗ്രാൻഡ് ഫാദറിനെ ഈ മരവുമായി ബന്ധപ്പെടുത്തി കളിയാക്കുമായിരുന്നു. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arcs, gave me endless pleasure. അദ്ദേഹം ആ മരത്തിൻ്റെ ഒരു പ്രത്യേകത പറയാണ്. നിങ്ങൾ ആൽമരം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ധാരാളം വേരുകൾ അതുപോലെ വള്ളികളൊക്കെ ഉള്ള വലിയൊരു മരമായിട്ട് മാറും. അതുപോലുള്ളൊരു മരമായിരുന്നു നമ്മുടെ ഈ കഥയിലെ ആൽമരം. അതുകൊണ്ട് തന്നെ ഈ ആൽമരത്തിൻ്റെ കൊമ്പുകൾ നീണ്ട് മണ്ണിലേക്ക് വളഞ്ഞ് വേരുറപ്പിച്ച് കമാനങ്ങൾ പോലെ വളഞ്ഞ് പല രീതിയിൽ അത് ഒരു ആർച്ച് പോലെയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രീതിയിൽ ഈ മരത്തിലേക്ക് കയറാൻ സാധിക്കും, ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ കുട്ടിക്ക് ഇതൊക്കെ വളരെയധികം സന്തോഷം നൽകുകയാണ്. അവൻ ഈ മരത്തിൽ വലിഞ്ഞ് കയറാനും ഇറങ്ങാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ് ഈ ഒരു അവസ്ഥ. അത് അവന് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in the valley at the foot of the Himalayas. The tree was older than the house. ആ മരത്തിന് ആ വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. Older than grandfather, മുത്തച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു. As old as the town of Dehra, nestling in the valley at the foot of the Himalayas. അതായത് ഹിമാലയൻ താഴ്വരയിൽ സ്വസ്ഥമായി നിലനിൽക്കുന്ന ആ ഡെഹ്റ എന്ന പട്ടണത്തോളം പ്രായമുണ്ടായിരുന്നു ഇവരുടെ ഈ പറമ്പിൽ നിൽക്കുന്ന ആൽമരത്തിന്. ഇനി ഇതിലെ വേർഡ്സ് നോക്കാം. അഡ്വഞ്ചർ, നിങ്ങൾക്കറിയാം, വളരെ വീരസാഹസിക പ്രവൃത്തികളെയൊക്കെയാണ് നമ്മൾ അഡ്വഞ്ചർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്, അല്ലേ? മറ്റൊന്ന് ഡൊമൈൻ, അതായത് നമ്മുടെ ഭൂസ്വത്ത് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ആ പ്രദേശം എന്നാണ് അർത്ഥം. ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഹസിക്കുക, അതുപോലെ കളിയാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് മെയ്സ് ആണ്. എ കൺഫ്യൂസിങ് നെറ്റ്വർക്ക് ഓഫ് പാത്ത്സ് എന്നാണ്, അതായത് ദുർഘടമായ അനേകം ചുറ്റുവഴികളുള്ള ഒന്ന്. നമ്മൾ പറഞ്ഞല്ലോ, ധാരാളം വേരുകളും ഇതിൻ്റെ ചില്ലകളൊക്കെ ഇങ്ങനെ നിലത്ത് മുട്ടി ഇങ്ങനെ ഊടുവഴികൾ ഇങ്ങനെ കിടക്കുകയാണ് മരത്തിലേക്ക് കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട്. അടുത്തത് നെസ്ലിംഗ്, അതായത് നെസൽ, സുരക്ഷിതമായി സ്ഥിതി ചെയ്യുക എന്നുള്ളതാണ് അർത്ഥം. Second paragraph. My first friend and familiar was a small grey squirrel. ഇപ്പം ബോയ് പറയാണ്, എൻ്റെ ആ മരത്തിലെ ആദ്യത്തെ കൂട്ടുകാരനും അതുപോലെ ഏറ്റവും കൂടുതൽ എന്നോട് ചങ്ങാത്തത്തിലെത്തിയ ഫെമിലിയർ ആയിട്ടുള്ള ആ സുഹൃത്തും അതൊരു തവിട്ട് നിറമുള്ള ഗ്രേ കളറുള്ള ഒരു അണ്ണാനായിരുന്നു, സ്കുരലായിരുന്നു. Arching his back and sniffing into the air. ആർക്കിങ് ഹിസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അണ്ണാനിങ്ങനെ മുതുക് പുറകുവശം ഇങ്ങനെ വളച്ച് അതുപോലെ സ്നിഫ് ചെയ്യുക, ഇങ്ങനെ എയറിൽ ഇങ്ങനെ മണം പിടിച്ച് ഇങ്ങനെ ചാടി നടക്കുന്ന ഒരാളാണ് അണ്ണാൻ, അല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഹീ സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവാഷൻ ഓഫ് ഹിസ് പ്രൈവസി. അങ്ങനെയുള്ള അണ്ണാൻ ചാടി ഓടി കളിച്ചിരുന്ന അവൻ്റെ സ്വന്തം സ്ഥലമായ ആ മരത്തിലേക്ക് ഞാൻ കയറിയപ്പോൾ അത് അവൻ്റെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നു കയറിയതുപോലെ അവന് തോന്നിക്കാണും. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആം മൈസെൽഫ് വിത്ത് എ കാറ്റപുൾട്ട് ഓർ എയർ ഗൺ, ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കറ്റാപ്പുൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെറ്റാലി, കവണ എന്നൊക്കെ വിളിക്കുന്ന ആയുധങ്ങളുണ്ടല്ലോ, അതാണ്. അണ്ണാൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറിയതാണ് ബോയ് എങ്കിലും ബോയിയുടെ കയ്യിൽ അങ്ങനെയുള്ള തെറ്റാലിയോ അല്ലെങ്കിൽ എയർ ഗണ്ണൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, അതായത് അണ്ണാനെ ഉപദ്രവിക്കാനല്ല നമ്മുടെ ബോയ് കയറിയത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ കുറച്ചും കൂടെ സൗഹൃദമുള്ളവനായി. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലിവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്കുട്ട്, he grew bolder and finally became familiar enough to take food from my hands. പിന്നീട് ബോയ് ഈ അണ്ണാന് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ കഷ്ണങ്ങൾ കൊടുത്തു തുടങ്ങിയപ്പോൾ നമ്മുടെ അണ്ണാൻ കുഞ്ഞ് കുറേയും കൂടെ അദ്ദേഹവുമായി കൂട്ടുകൂടി, സൗഹൃദത്തിലായി. അതുപോലെ അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ വരാനും ഒക്കെ റെഡിയായി. പിന്നീട് എന്ത് സംഭവിച്ചു? നമ്മുടെ ബോയിയുടെ കയ്യിൽ നിന്നും ആഹാരം എടുക്കാൻ മാത്രം ഇണക്കമുള്ള രീതിയിൽ സൗഹൃദത്തിലേക്ക് നമ്മുടെ ഗ്രേ സ്കുരൽ എത്തുകയാണ്.
ഇവിടുത്തെ ന്യൂ വേർഡ്സ് റിസൻറ്റ്, അതായത് ദേഷ്യം പ്രകടിപ്പിക്കുക, ഇഷ്ടക്കേട് തോന്നുക, കാണിക്കുക എന്നുള്ളതൊക്കെയാണ്. പിന്നെ ARM മീൻസ് ആയുധം ധരിക്കുക, ആയുധം കൈവശം വയ്ക്കുക. പിന്നെ കറ്റാപ്പൽറ്റ്, തെറ്റാലി അല്ലെങ്കിൽ കവണ. മൂന്നാമത്തെ പാരഗ്രാഫ്, ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ് ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അതായത് അധികം താമസിക്കാതെ തന്നെ ഈ സ്കുരൽ നമ്മുടെ ബോയുമായി വളരെ സൗഹൃദത്തിലായി. അതായത് ബോയിയുടെ പോക്കറ്റിൽ ഇറങ്ങി തപ്പി നോക്കാനും അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് തിന്നാനൊക്കെ അവൻ തുടങ്ങി. അതുപോലെ സൗഹൃദത്തിലായി. ഡെൽവിങ് ഓർ ഡെൽവ് എന്ന പദത്തിൻ്റെ അർത്ഥം തിരയുക എന്നുള്ളതാണ്. ഹി വാസ് എ വെരി യങ് സ്കുരൽ. നമ്മുടെ അണ്ണാനൊരു ചെറുപ്രായക്കാരനാണ്, കുട്ടിയാണ്, ചെറുപ്രായത്തിലുള്ള ഒരാളാണ്. His friends and relatives probably thought him headstrong and foolish for trusting a human. ഈ അണ്ണാൻ്റെ കൂട്ടുകാരും ബന്ധുക്കളൊക്കെ എന്താണ് വിചാരിച്ചത്? ഈ അണ്ണാൻ ഒരു തന്നിഷ്ടക്കാരനും അതുപോലെ തന്നെ ഒരു വിഡ്ഢിയുമാണ്, ഒരു മണ്ടനുമാണ്. കാരണം എന്താണ്? അവനൊരു മനുഷ്യനെ വിശ്വസിക്കുന്നു. ഓക്കെ, ഹീസ് ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നു. അത് തീർച്ചയായിട്ടും അവൻ മണ്ടനും ബുദ്ധിയില്ലാത്തവനും അതുപോലെ തന്നിഷ്ടക്കാരനുമായതുകൊണ്ടാണ്. ആരെങ്കിലും മനുഷ്യനെ വിശ്വസിക്കുമോ? ഇവിടെ ഹെഡ് സ്ട്രോങ് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നിഷ്ടക്കാരൻ എന്നാണ്. നാലാമത്തെ പാരഗ്രാഫ്, ഇൻ ദ സ്പ്രിംഗ് when the banyan tree was full of small red figs, birds of all kinds would flock into its branches. In the spring, നിങ്ങൾക്കറിയാം സീസൺസ് അല്ലേ, വസന്തകാലത്ത്. when the banyan tree was full of small red figs, അതായത് ആൽമരത്തിൽ ധാരാളം ചുവന്ന പഴങ്ങൾ കായ്ക്കുന്ന സമയമാണ് ഈ സ്പ്രിംഗ് സീസൺ. ആ സമയത്ത് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ടു ദ ബ്രാഞ്ചസ്. എല്ലാ തരത്തിലുള്ള പല തരത്തിലുള്ള പക്ഷികൾ നമ്മുടെ ഈ ആൽമരത്തിൻ്റെ കൊമ്പുകളിലേക്ക് പറന്നെത്തും. കാരണം എന്താണ്? ഈ റെഡ് ഫിഗ് ഫ്രൂട്ട്സ് കഴിക്കാൻ വേണ്ടി. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, അതായത് അടിവശം ചുവന്ന കളറുള്ള ബുൾബുൾ എന്ന പക്ഷി. ചെയർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, വളരെയധികം ആർത്തിയുള്ളവരും ഉന്മേഷമുള്ളവരും ചിലപ്പന്മാരുമായ, ഇങ്ങനെ കലബല ചിരിച്ചുകൊണ്ടിരിക്കുന്നതുമായ റോസി പാസ്റ്റേഴ്സ് എന്ന പക്ഷികൾ. ആൻഡ് പാരോട്ട്സ് ആൻഡ് ക്രോസ്, അതുപോലെ തത്തകളും ധാരാളം കാക്കകളും. സ്ക്വാബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം. ഈ സ്ക്വാബ്ലിംഗ് എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഈ തമ്മിത്തല്ലുക, കശപിശ കൂട്ടുക, ഒച്ചപ്പാടുണ്ടാക്കുക, ചിലയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഈ ബുൾബുൾ, അതുപോലെ ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്, പിന്നെ പാരറ്റ്സ്, ക്രോസ്, ഈ പക്ഷികളെല്ലാം ഈ ഫിഗ് സീസണിൽ ഈ മരത്തേലിരുന്ന് ഈ പഴം കഴിക്കാൻ വേണ്ടി വരുന്ന ഈ പക്ഷികൾ ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കും. കലപില ശബ്ദം കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളവും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. അതായത് ഇതിൽ കായ്ക്കുന്ന ഈ പഴങ്ങളുടെ സമയത്ത്, ആ കാലത്ത് ആ വഴിയിൽ വെച്ച് ഏറ്റവും ശബ്ദമുഖരിതമായ ഒച്ചപ്പാടുകൾ നിറഞ്ഞ ഒരിടം ഈ ആൽമരമായിരുന്നു. ഈ പക്ഷികളെല്ലാം കൂടെ ചിലച്ചുകൊണ്ടിരിക്കും. ഇനി നമുക്ക് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് വെർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, but the magnificent old banyan tree was mine. Why did the boy say so? വീടും പറമ്പും മുത്തശ്ശൻ്റെ സ്വന്തമായിരുന്നു, എന്നാൽ ആ ഗംഭീരമായ ഒത്തിരി പ്രായമുള്ള ആൽമരം അത് എൻ്റേതായിരുന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടി ഇപ്രകാരം പറഞ്ഞത്? The boy said so because his old grandfather could not climb the tree any longer. അതായത് ബോയ് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രായമായ ഗ്രാൻഡ് ഫാദറിന് ഇനി ആ മരത്തിൽ കയറാൻ സാധിക്കില്ല, ഇപ്പോൾ കയറുന്നില്ല. പക്ഷേ കുട്ടിയാണ് അതിൽ കയറുന്നത്, അതുകൊണ്ട് തന്നെയാണ് കുട്ടി അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ സ്ക്വിറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ആ അണ്ണാൻ എങ്ങനെയാണ് നമ്മുടെ ബോയുടെ ചങ്ങാതിയായി മാറിയത്? അവർ ബോയ്സ് ഫ്രണ്ട്ലി അപ്രോച്ച് ടുവേർഡ്സ് ദ സ്ക്വിറൽ, ലൈക്ക് ഗിവിങ് ഇറ്റ് പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്കുട്ട് ആൻഡ് ഓൾ, മെയ്ഡ് ഇറ്റ് ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്. അതായത് കേക്കിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയൊക്കെ പീസുകൾ ഒക്കെ ഇട്ട് കൊടുത്ത് ബോയിയുടെ ആ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആ അപ്രോച്ച് കാരണമാണ് നമ്മുടെ ഗ്രേ സ്ക്വിറൽ ബോയിയുടെ കൂട്ടുകാരനായി മാറിയത്. മൂന്നാമത്തെ ചോദ്യം,
വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വിറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? മനുഷ്യനുമായുള്ള നമ്മുടെ അണ്ണാൻ്റെ ആ കൂട്ടുകെട്ടിനെ പറ്റി എന്താണ് അണ്ണാൻ്റെ കൂട്ടുകാർ കരുതിയത്? അങ്ങനെ അവരെ കൊണ്ട് ചിന്തിപ്പിക്കാൻ നിർബന്ധിച്ച കാരണം അതെന്തായിരിക്കും? ഹിസ് ഫ്രണ്ട്സ് തോട്ട് ദാറ്റ് ഹീ ഈസ് ഹെഡ്സ്ട്രോങ് ആൻഡ് ഫുളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ക്വിറൽ വളരെ മണ്ടനും തന്നിഷ്ടക്കാരനുമാണെന്ന് കൂട്ടുകാർ വിചാരിക്കുകയാണ്. They thought that it was a dangerous friendship as humans were often unfriendly to them. കാരണം മനുഷ്യൻ മൃഗങ്ങളുമായിട്ട് അത്ര ഫ്രണ്ട്ലി അല്ല, അതുമാത്രമല്ല അവസരം കിട്ടിയാൽ ഉപദ്രവിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടകരമായ ഒരു സൗഹൃദമാണ്. ആ ഒരു കാരണത്താലാണ് ഒരു മനുഷ്യനുമായിട്ട് കൂട്ടുകൂടുന്ന നമ്മുടെ അണ്ണാനെ ഒരു മണ്ടനായിട്ടും തന്നിഷ്ടക്കാരനായിട്ടും അവർ കാണുന്നത്. നാലാമത്തെ ചോദ്യം, ഹൗ വാസ് ദ ബാനിയൻ ട്രീ ദ നോയിസിയസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ? ഈ ആൽമരത്തിൽ കായ്കളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു സ്ഥലം അവിടുത്തെ ഏറ്റവും വലിയ ശബ്ദമുഖരിതമായ സ്ഥലമായി മാറുന്നത്? ഡ്യൂറിങ് ദ ഫിഗ് സീസൺ all kinds of birds flocked into the branches to eat the fruit, and they are often squabbling each other, and it makes the place very noisy. അതായത് ഫിഗ് കായ്ക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള പക്ഷികളും ആൽമരത്തിൻ്റെ ചില്ലകളിലേക്ക് വരികയും അവരവിടെ കൂടുകയെന്ന് കലപില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും വഴക്കൂടുകയൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലിയ ശബ്ദമുഖരിതമായ ഒരു പ്രദേശമായി മാറുന്നു. അഞ്ചാമത്തെ പാരഗ്രാഫ്, ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൻ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അതായത് അധികമൊന്നും ചൂടില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ചെലവിടാനായി അദ്ദേഹം എന്ത് ചെയ്തു? ഈ മരത്തിൻ്റെ ഏതാണ്ട് ഒരു പകുതി ഉയരത്തിൽ ഒരു തട്ട് തയ്യാറാക്കി. അതായത് ഏർമാടം ട്രീ ഹട്ട് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ അദ്ദേഹത്തിന് കയറി ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം ഒരു തട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തു. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. അദ്ദേഹത്തിന് അവിടെ നന്നായിട്ടിരുന്ന് വായിക്കാൻ സാധിച്ചിരുന്നു. അതെന്തുകൊണ്ടാണ്? അദ്ദേഹം വീട്ടിലെ സ്വീകരണ മുറിയിൽ നിന്നും എടുക്കുന്ന തലയിണകൾ എടുത്തുകൊണ്ട് പോയിട്ട് ഈ മരത്തിൻ്റെ തായ്തടിയിൽ ചാരി വെച്ച് അതിലിങ്ങനെ ചാരിയിരുന്ന് അദ്ദേഹത്തിന് വായിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം അപ്പോൾ എന്തൊക്കെ പുസ്തകങ്ങളാണ് വായിക്കുന്നത്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബൊറോസ് ആൻഡ് ലൂയിസ മേ ആൽക്കോട്ട് മേഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. അപ്പം അദ്ദേഹം പറയാണ്, ഈ പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ബാഗിനെ ഒരു വ്യത്യസ്തമായ സങ്കര ഇനത്തിലുള്ള വായനയ്ക്കുള്ള ഒരു ഇടമാക്കി. ധാരാളം വ്യത്യസ്തമായ സ്റ്റോറീസ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ മരത്തിൻ്റെ മുകളിലിരുന്നതൊക്കെ വായിക്കുമായിരുന്നു. നമുക്കറിയാവുന്ന കഥകളാണല്ലേ, ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ, മൗഗ്ലി സ്റ്റോറീസൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന സ്റ്റോറീസാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 5. ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? ആ കുട്ടി എങ്ങനെയാണ് ആ വസന്തകാലത്തെ സ്വന്തം ആവേശഭരിതമായ ഒന്നാക്കി മാറ്റിയത്? He built a small platform halfway up the banyan tree and made it a comfortable resting place for him. Then he spent his time there reading books and enjoying the sights below when it was very hot. അവന് നന്നായിട്ടിരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന രീതിയിൽ ആ മരത്തിൻ്റെ പകുതി കണ്ട് ഒരു പ്ലാറ്റ്ഫോം, ഒരു തട്ട് നിർമ്മിക്കുകയും അവിടെ ഇരുന്ന് അവന് ഇഷ്ടപ്പെട്ട കഥാ ബുക്കുകളെല്ലാം വായിക്കുകയും താഴെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് ഇരുന്ന് ഒക്കെ ആ വലിയ ചൂടില്ലാത്ത വളരെ മനോഹരമായിട്ട് ആസ്വദിച്ചു. Now, 6th paragraph. When I did not feel like reading, അതായത് വായിക്കാൻ ഒരു ഇഷ്ടം തോന്നാത്ത അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തോന്നാത്ത സമയങ്ങളിൽ, I could look down through the banyan leaves at the world below. അദ്ദേഹം ആ സമയങ്ങളിൽ മരത്തിൻ്റെ ഇലകൾക്കിടയിലൂടെ താഴത്തെ ലോകത്തേക്ക് നോക്കും, താഴേക്ക് നോക്കും. ഈ മരത്തിൻ്റെ അടിയിൽ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതെല്ലാം നോക്കിക്കാണും.
അറ്റ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. താഴെ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചിലപ്പോൾ മുത്തശ്ശി അലക്കിയ തുണികളൊക്കെ വിരിക്കുന്നതോ അല്ലെങ്കിൽ വിരിച്ചത് തിരിച്ചെടുക്കുന്നതോ ആയ കാഴ്ച. അറ്റ് ദ കുക്ക് ക്വാറലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ. അവിടുത്തെ പാചകക്കാരൻ പച്ചക്കറിക്കടക്കാരനുമായിട്ട് വഴക്കിടുന്നത്. അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാരി ഇന്ത്യൻ മാരിഗോൾഡ്സ് which insisted on springing up all over his very English garden. അതുപോലെ തൻ്റെ സ്വന്തം ഗാർഡനിൽ മാരിഗോൾഡ് എന്ന ഒരിനം ചെടി പടർന്ന് കയറുന്നത് കണ്ട് ദേഷ്യപ്പെടുന്ന ഗ്രാൻഡ് ഫാദർ. അതായത് അദ്ദേഹം പരിപാലിക്കുന്ന അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കാട് വളർന്ന് കയറുന്നത് കണ്ട് ദേഷ്യപ്പെട്ട് പെറുപെറുക്കുന്ന ഗ്രാൻഡ് ഫാദർ. ഇങ്ങനെയുള്ള ധാരാളം കാഴ്ചകളാണ് ഈ മരത്തിൻ്റെ മുകളിലിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ ബോയ് കാണുന്നത്. എപ്പോഴാണ് അങ്ങനെ നോക്കുന്നത്? വായിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത സമയങ്ങളിൽ. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് വൈൽ ഐ വാസ് ഇൻ ദ ബാനിയൻ ട്രീ, ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. സാധാരണഗതിയിൽ ആൽമരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ ആശ്ചര്യകരമായിട്ടുള്ള ഒന്നും തന്നെ സംഭവിക്കാറില്ല. എല്ലാം പതിവ് പോലെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ. എന്നാൽ ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് അവിടെ നടന്നൊരു സംഭവം, അത് വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. അത് വളരെ കാലം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഓർമ്മയായിട്ട് മാറുന്ന ഒരു സംഭവം അവിടെ നടന്നു. എന്താണ് ആ സംഭവം? ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ പാരഗ്രാഫിലെ മെയിനായിട്ടുള്ള ന്യൂ വേർഡ്സ് നോക്കാം. ഇതിൽ നമ്മൾ കാണുന്നുണ്ട് പ്രോപ്പ്, അതായത് താങ്ങ് കൊടുക്കുക എന്നാണ് അർത്ഥം. അതുപോലെ ബോൾ, BOLE, തായ്തടി എന്നാണ് അർത്ഥം. പിന്നെ ഫ്രൂട്ട് വെൻഡർ എന്ന് കാണുന്നുണ്ട്, അതായത് പഴം വിൽക്കുന്ന ആൾ, വിൽപ്പനക്കാരനാണ്. ഗ്രംബിൾ, അതായത് മുറുമുറുക്കുക, അതൃപ്തി അറിയിക്കുക, പിറുപിറുക്കുക, ആ സംഭവമാണ് ഗ്രംബിൾ. മറ്റൊന്ന് മാരിഗോൾഡിനെ പറയുന്നുണ്ട് ഹാർഡി എന്ന്, ഹാർഡി, HARDY. അതിൻ്റെ അർത്ഥം എന്താണ്? സംതിങ് ദാറ്റ് ക്യാൻ ലീവ് ഔട്ട്സൈഡ് ത്രൂ ദ വിൻ്റർ എന്നുള്ളതാണ്. അതായത് ശൈത്യകാലത്തും തണുപ്പുള്ള കാലത്ത് അതിനെ അതിജീവിക്കാൻ കഴിവുള്ള ഒന്ന്. പിന്നെ നമ്മൾ മാരിഗോൾഡ് കാണുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും കാണുന്ന ഒരുതരം ചെടിയാണ്, പൂ കായ്ക്കുന്ന ചെടിയാണ്. ഇൻസിസ്റ്റ് എന്നൊരു പദം കാണുന്നു, നിർബന്ധം പിടിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് സ്പ്രിങ് അപ്പ് എന്നുള്ള പദമാണ്. ഇവിടെ അർത്ഥം കിളിർക്കുക, കിളിർത്ത് വരിക എന്നുള്ളതാണ്. കാലങ്ങളോളം ഓർത്തിരിക്കാൻ പറ്റിയ ഒരു വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവം അവിടെ നടന്നു നമ്മുടെ ബാനിയൻ ട്രീയുടെ കീഴിൽ. എന്താണ് ആ സംഭവം എന്ന് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം.